എടത്തിരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി ചകരമട വീട്ടിൽ തൻസീർ, പറവൂർ മന്നം സ്വദേശി ചന്തത്തോപ്പിൽ വീട്ടിൽ ലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-ന് എടത്തിരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട് കുത്തി തുറന്ന് 1.5 ലക്ഷം രൂപ വില വരുന്ന റേഡോ വാച്ചും 1 ലക്ഷം രൂപ വില വരുന്ന ക്യാമറയും, എടത്തിരുത്തി എലിവത്തിങ്കൽ ദേവസിയുടെ വീട്ടിൽ നിന്ന് 3000 രൂപയും, മാർച്ച് 2-ന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സെയ്ഫുദ്ദീന്റെ വീട്ടിൽ നിന്നും 30,000 രൂപയും കവർന്ന കേസിലാണ് അറസ്റ്റ്. സംഭവത്തെ തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. CCTV പരിശോധിച്ചതിൽ അവ്യക്തമായ രീതിയിൽ ബൈക്കിന്റെ നമ്പർ കിട്ടുകയും CCTV ടെക്നീഷ്യൻ മൃദുലാലിന്റെ സഹായത്തോടെ നമ്പർ സ്ഥിരീകരിക്കുകയുമായിരുന്നു. വാഹന ഉടമയെ കണ്ടെത്തി ബൈക്ക് വാടകയ്ക്കെടുത്ത തൻസീറിനെ കണ്ടെത്തിയതോടെയാണ് മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്കിലെത്തി ആളില്ലാത്ത വീട് നോക്കി മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് ഇവർ മോഷണം നടത്തി വന്നിരുന്നത്. ഇവർ മോഷ്ടിച്ച റേഡോ വാച്ച് 2-ാം പ്രതി മിഥുൻലാലിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ക്യാമറ കൊല്ലത്തെ ഒരു കടയിൽ വിൽപ്പന നടത്തിയതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ആല ഗോത്രത്ത് സ്വദേശി ബൈജുവിനെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. 1-ാം പ്രതി തൻസീറിന് വിവിധ സ്റ്റേഷനുകളിലായി മോഷണ കേസുകൾ ഉൾപ്പെടെ 27 കേസുകൾ നിലവിലുണ്ട്. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI-മാരായ N പ്രദീപ്, ബിജു, ഹരിഹരൻ, സീനിയർ CPO സുനിൽകുമാർ, CPO ധനേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപുര.